ആ അസ്വസ്ഥതയില് അവർ തിരിച്ചറിയുന്നില്ല ദൈവത്തിന്റെ കാലച്ച കേൾക്കുമ്പോൾ ഓടാൻ ഇടവന്നത് വേറെ കാരണം കൊണ്ടാന്നുള്ളത്. ആ വേറെ കാരണം എന്താണ്? ഭയപ്പെടുന്നു. അപ്പൊ തങ്ങളുടെ നഗ്നത ദൈവത്തോടെ ഭയമായിട്ട് മാറുന്ന കാര്യമില്ലല്ലോ. നഗ്നത വന്നാൽ അവർ ഓടിച്ചു, ഓക്കെ, അത് മനസ്സിലാക്കി. പക്ഷെ എന്തിനാ ഭയപ്പെടും ദൈവത്തെ? ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുമെന്നുള്ള ഈശോയുടെ നിഷ്കർഷയ ഒരു പൊതു ശീർഷകം വിഷയമാക്കിക്കൊണ്ട് കർത്തൃ പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ നടത്തുന്ന തിരുവചന വ്യാഖ്യാന വിചിന്തന പരമ്പരയുടെ 29ാമത്തെ സെഷനിലേക്ക് ഈശോയുടെ നാമത്തിൽ കൃത്യമായ സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയുടെ സഹിക്കപ്പെട്ട സഹോദരരെ, നമ്മളെ കഴിഞ്ഞ സെഷനിൽ കാണുകയുണ്ടായി. സങ്കീർത്തനം 34:8 ഉദ്ധരിച്ചുകൊണ്ട് കർത്താവ് എത്ര നല്ലവനാണെന്ന് രുചിച്ച് അറിയുവിൻ. കർത്താവിൻ്റെ നന്മ, മാധുര്യം അറിയണം, അത് രുചിച്ചറിയണം, അനുഭവിച്ചറിയണം. അങ്ങനെ ദൈവത്തിൻ്റെ നന്മ ഒരു മനുഷ്യനായിട്ട് ഭൂമി ജീവിക്കുമ്പോൾ അനുഭവിച്ചറിഞ്ഞാണ് ഈശോ ഭൂമി ജീവിച്ചത് നമ്മൾ ശ്രദ്ധിച്ചു. അനേക വിശുദ്ധരുടെ അനുഭവത്തിലായിരുന്നു വളർന്നു വന്നത്. ബൈബിൾ മുഴുവനും ദൈവത്തെ അനുഭവിച്ചവരുടെ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. പിന്നെ അതിനെക്കുറിച്ച് കുറച്ച് വിചിന്തന, ദൈവശാസ്ത്ര വിചിന്തനങ്ങളും നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ നമുക്കും ഈ ഒരു അനുഭവത്തിലേക്ക് വരണം. ഈ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ വരാതെ അങ്ങയുടെ നാമം പൂജിതമാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുകയില്ല. നമ്മൾ കണ്ടു കഴിഞ്ഞല്ലോ. അപ്പോൾ നമ്മുടെ ജീവിതം മുഴുവനെയും ദൈവോത്തര സ്ഥാനത്തേക്ക്, പരദീസയിൽ ആദോവയും ദൈവത്തെയും എങ്ങനെ അനുഭവിച്ച ആ അനുഭവത്തിലേക്ക് വീണ്ടും തിരിച്ചു കൊണ്ടുവരുവാനായിട്ടുള്ള ആത്മീയ ചിട്ടയാണ് സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന കർത്തൃ പ്രാർത്ഥന. അത് സുവിശേഷം മുഴുവനും സംഗ്രഹമാണ്. ഇതെല്ലാം ഓർമ്മിക്കണം. കുറച്ച് കാര്യങ്ങൾ കേട്ട് പോകാനല്ല, ഇത് അനുഭവത്തിലേക്ക് നമുക്ക് കയറി വരണം. അത് സാവധാനം പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനൊരു അനുഭവത്തിലേക്ക് വരാൻ പരിശ്രമിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുകയാണ്, ഈ ഞാൻ പറഞ്ഞല്ലോ, സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന കർത്തൃ പ്രാർത്ഥന നേരെ സാത്താന്റെ പ്രവർത്തനത്തിനും സ്വാധീനത്തിനും നരകരായത്തിനും എതിരെയുള്ള പോരാട്ടത്തിന്റെ പ്രാർത്ഥനയാണ്, അല്ലെങ്കിൽ ആത്മീയ ശൈലിയാണ് എന്നാ വീണ്ടും പറയാൻ കാരണം, അങ്ങയുടെ നാമം പൂജിതമാകണം. എവിടെ? നമ്മുടെ പിള്ളകളിലാണല്ലോ. നമുക്ക് ഒരു വ്യക്തിയെ അനുഭവിച്ച് രുചിച്ചറിഞ്ഞ് ആദരവ് സ്നേഹം കൊണ്ട് നിറയണമെങ്കിൽ ആ വ്യക്തിയുടെ പക്കലേക്ക് നമുക്കൊന്ന് അടുത്ത് വരാൻ സാധിക്കണം. അങ്ങനെ അടുത്ത് വരാതിരിക്കാൻ ഇടവരുത്തക്ക രീതിയിലാണ് സാത്താൻ മനുഷ്യ മക്കളെ കെണിയിലാക്കിയിരിക്കുന്നത്. ആദ്യത്തെ പാപം വഴിയായിട്ട് തിരുസഭയുടെ മതബോധ ഗ്രന്ഥത്തിന്റെ കാറ്റക്കിസം ഓഫ് ദി കാത്തലിക് ചർച്ച് 399 നമ്പറിൽ ആദ്യത്തെ ഒറ്റ പാപത്തിൽ വീഴിക്കാൻ മനുഷ്യ മക്കൾക്ക് സാത്താൻ വരുത്തിയപ്പോൾ അതുവഴി മനുഷ്യ മക്കൾക്കുണ്ടായ ദുരന്തം എന്താണെന്ന് പറഞ്ഞു വരുമ്പോൾ ഒന്ന് പറയാണ്, പ്രസാദപരാവസ്ഥയുടെ കൃപ തൽക്ഷണം നഷ്ടമായി. രണ്ടാമത്തെ കാര്യം പറയുകയാണ്, ദൈവത്തെ ഭയപ്പെടാൻ തുടങ്ങി. അതിന് കാരണം പറയുകയാണ്, ദൈവത്തെക്കുറിച്ച് വികലമായൊരു ധാരണ അവരുടെ ഉള്ളിൽ കയറി. എങ്ങനെ കയറി? സാത്താൻ കയറ്റിയതാണ്. ആ ധാരണയുടെ കണ്ടന്റ് എന്താ, ഉള്ളക്കം എന്താണ്? തന്റെ പ്രത്യേക അവകാശ അധികാരങ്ങളെ പ്രതി അസൂയാലുമാണ് ദൈവം. അങ്ങനെ ഒരു കാഴ്ചപ്പാടാണ് ഉണ്ടായത്. ഇത് CCCയുടെ 399 നമ്പറില് വായിക്കുന്ന കാര്യമാണ്. ആദ്യത്തെ പാവം വഴി ഉണ്ടായ അപചയം, സാത്താന്റെ തോണ്ടല് വഴി, കടിയേറ്റ വഴി ഉണ്ടായ വിഷബാധ വഴി നമുക്കുണ്ടായ ഒരു അപകടാവസ്ഥയാണ്. അപ്പൊ ദൈവത്തെ ഭയപ്പെടാൻ തുടങ്ങി. യഥാർത്ഥത്തിൽ നമ്മൾ ഒരിക്കലും ഭയപ്പെടേണ്ട ആളല്ല ദൈവം. ദൈവത്തെ പറ്റി വികലമായ ധാരണ വന്നുകൊണ്ടാണ് ഭയപ്പെടുന്നത്. കണ്ട് പറഞ്ഞല്ലോ, വികലധാരണ കണ്ടിട്ട് പറഞ്ഞല്ലോ, തന്റെ പ്രത്യേക അവകാശ അധികാരങ്ങളെ പറ്റി അസൂയാലുമാണ് ദൈവം. അങ്ങ് ചിന്തയാണ് വന്നത്. അതിന്റെ നേർചിത്രമാണ് CCC പഠിപ്പിക്കുന്നത്. നേരെ ബൈബിളിലെ നേർചിത്രം ഏത്? ഉൽപ്പത്തി 3-ാം അധ്യായത്തിലെ 8 നല്ല വാക്യങ്ങൾ. പാപം ഉണ്ടായി കഴിഞ്ഞിട്ട് അന്ന് വൈകുന്നേരവും ദൈവമായ കർത്താവ് മക്കളെ തേടി തോട്ടത്തിലോട്ട് വരികയാണ്. നാടകീയമായ പ്രസന്റേഷൻ ആണല്ലോ. അവിടുത്തെ കാലച്ച തോട്ടത്തിൽ കേട്ടപ്പോഴേ ആദ്യം ഓടി മരങ്ങൾക്കിടയിൽ ഒളിച്ചുവെന്നാണ്. ദൈവമായ കർത്താവ് വന്നിട്ട് വിളിച്ചു ചോദിച്ചു, ആദം നീ എവിടെയാണ്? അപ്പൊ ആദം പറഞ്ഞു, അങ്ങയുടെ കാലൊച്ച ഞാൻ കേട്ടു തോട്ടത്തിൽ, അവിടെ ഞാൻ നഗ്നനായതുകൊണ്ട് ഭയന്ന് ഒളിച്ചതാണ് എന്ന് വായിക്കുകയാണ്. അപ്പൊ തമ്മിൽ ചോദിക്കണം, നീ നഗ്നനാണെന്നുള്ള ആര് പറഞ്ഞു? അപ്പൊ നഗ്നനായതുകൊണ്ട് ഭയന്ന് ഒളിച്ചതാണ്, ഭയന്നിട്ടാണ് ഒളിച്ചത്. അതിന്റെ കാരണം ആദം അന്നേരം ചിന്തിക്കുന്നത് താൻ നഗ്നനായതുകൊണ്ടാണ്.
പാപം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവർക്ക് തങ്ങളുടെ നഗ്നതയിൽ ലജ്ജ തോന്നിയെന്നാണ്. ഉൽപ്പത്തി പുസ്തകം 2-ാമത്തെ അധ്യായത്തിന്റെ അവസാന വാക്യം 25-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. പുരുഷനും അവന്റെ ഭാര്യയും നഗ്നരായിരുന്നു, പക്ഷെ അവർക്ക് ലജ്ജ തോന്നിയിരുന്നില്ല. ഞാൻ അടുത്ത കാലത്ത് നമ്മൾ നെബയിൽ നിന്നും ബ്രോഡ്കാസ്റ്റ് ചെയ്തതായ ഒരു വീഡിയോ, ഞാൻ പാപം ചെയ്തു, ദൈവത്തിന് എന്നെ ഇഷ്ടമില്ല എന്ന പേരിലുള്ളൊരു 1 മണിക്കൂറോളം വരുന്നൊരു വീഡിയോ ഉണ്ട്. അതിനകത്ത് ഈ കാര്യം വിശദമായിട്ട് പങ്കുവെച്ചിട്ടുണ്ട്. നിങ്ങളത് കണ്ടു കാണും. അത് നമ്മൾ ദൈവരാജ്യ അനുഭവ ധ്യാനം ഭഗവണ്ടിൽ അപകടം നടത്തുമ്പോൾ വിശദമായിട്ട് കാണുന്നൊരു മേഖലയാണിത്. ഞാനത് അല്പം പങ്കുവെച്ച് പോവുകയാണ് ഇവിടെ. വീണ്ടും കഴിഞ്ഞ പറഞ്ഞ പോലെ പത്രസംബന്ധം പറയുന്ന പോലെ വീണ്ടും ഓർമ്മപ്പെടുത്തുക നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ് പക്ഷേ ഇത് നമുക്ക് അറിയാൻ പറ്റത്തില്ല. ദൈവരാജ്യ അനുഭവ ധ്യാനത്തിന്റെ ഒരു അടിസ്ഥാന കടമ്പകടക്കലാണ് ദൈവത്തെക്കുറിച്ചൊരു വികരമായ ധാരണ മാറ്റിയെടുക്കുക. യോഹന്നാൻ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിന് 3-ാം തിരുവചനത്തിൽ ഈശോ പഠിപ്പിക്കുന്നുണ്ടല്ലോ, ഏകസത്യവുമായ അങ്ങയും അങ്ങയച്ച ഏകപുത്രനെ യേശു ക്രിസ്തുവിനെയും അറിയുക എന്നാണ് നിത്യജീവൻ. ദൈവത്തെ അറിയാത്തവർത്താണ് നിത്യനാശം. അപ്പൊ രുചിച്ച് അറിയണം. സങ്കീർത്തനം 34:8 രുചിച്ച് തന്നെ അറിയണം. ആ അറിവിന്റെ മേഖലയിൽ നമുക്ക് ഒത്തിരി അപകടം വന്നിട്ടുണ്ട്, അപജയം വന്നിട്ടുണ്ട്. സാത്താൻ വരുത്തിയതാ. അപ്പം സ്വർഗസ്ഥനായ പിതാവേ എന്ന കർത്തൃ പ്രാർത്ഥന 1-ാമത്തെ യാചന തന്നെ സാത്താൻ വരുത്തിയ ഒരു അപജയത്തെ മറികടന്ന് നീങ്ങാനുള്ള ആഹ്വാനം ഉൾക്കൊള്ളുന്ന തിരിച്ചറിയണം. അത് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ഈ ഉൽപ്പത്തി പുസ്തകത്തിന്റെ 2-ാമത്തെ അവസാന വാക്യം പറയുന്നത് പുരുഷനും ഭാര്യയും നഗ്നർ. അവർക്ക് ലജ്ജ തോന്നിയിരുന്നില്ല. അവരുടെ നഗ്നതയെക്കുറിച്ച് അവർക്ക് ഒരു അസ്വസ്ഥതയില്ല. കാരണം അവർക്ക് ദൈവിക പ്രസാദപരാവസ്ഥയുണ്ട്. ദൈവം സൃഷ്ടിച്ച അവസ്ഥയിൽ നമുക്കറിയാം. പ്രകൃതിയിൽ ചുറ്റും നോക്കുമ്പോൾ സകല ജീവികളും നഗ്നതയിലാണ് ദൈവം സൃഷ്ടിച്ച മനുഷ്യർ ഉൾപ്പെടെ. മനുഷ്യരൊഴികെ ബാക്കി എല്ലാ ജീവിയും ഇപ്പോഴും നഗ്നരായിട്ട് നടക്കുകയും ചെയ്തു. പക്ഷെ അവർക്ക് ലജ്ജയില്ല. അതേപോലെ യാതൊരു അസ്വസ്ഥതയില്ല. മനുഷ്യന് അസ്വസ്ഥത ഇല്ലായിരുന്നു പാപം ഉണ്ടാകുന്നിടം വരെ. അത് പിശാചിന്റെ തോണ്ട് കിട്ടുന്നിടം വരെ, കടി കിട്ടുന്നിടം വരെ, പിശാചിന്റെ വിഷം കയറുന്നിടം വരെയും മനുഷ്യന് തങ്ങളുടെ ശരീരത്തെക്കുറിച്ച് നഗ്നതയെക്കുറിച്ച് യാതൊരു അസ്വസ്ഥയും ഉണ്ടായിരുന്നില്ല. മുതിർന്ന പുരുഷനും സ്ത്രീയുമായിട്ട് ആദവും ഹവ്വയും ദൈവത്തിന്റെ ഇരുവശത്തും സന്തോഷമായിട്ട് എന്ന് നടന്നിരുന്നു. അവര് സ്വയം കണ്ടിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടു. അവർക്ക് യാതൊരു അസ്വസ്ഥയില്ല, ലജ്ജയില്ല. ലജ്ജയുടെ അവസ്ഥ ഉണ്ടാകുന്നത് ഉൽപ്പത്തി 3-ന്റെ 7-ാം വാക്യത്തിൽ പറയുന്നു. പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ട് അവർക്ക് അവരുടെ ശരീരത്തെക്കുറിച്ച് തങ്ങളെപ്പറ്റി തന്നെ അവജ്ഞ ഉണ്ടായി, ഒരു അശ്ലീലത തോന്നി, അത് മൂടി കെട്ടി വെക്കേണ്ടതായിട്ട് തോന്നി. അവർ അത്തീല കൊണ്ട് അരക്കച്ച ഉണ്ടാക്കിയതാണ്. എന്നിട്ട് അത് പോരാഞ്ഞിട്ട് ദൈവം വരുമ്പോൾ ഓടി ഒളിക്കുകയാണ്. മരത്തിന്റെ പുറകിൽ പോയി തങ്ങളെ തന്നെ മറയ്ക്കുകയാണ്. തങ്ങൾ കാണാൻ കൊള്ളിയാലാത്തവരാണ്. അങ്ങനെ വലിയൊരു അപജയം. അപ്പൊ സാത്താന്റെ ഇടപെടലിൽ വന്നപ്പം ആ വിഷം കയറിയപ്പോൾ ഉണ്ടായ അപജയങ്ങൾ പല മേഖലയിലാണ്. ദൈവത്തോടുള്ള അകൽച്ച, ഓടി അകലുന്നു, തങ്ങളെപ്പറ്റി തന്നെയുള്ള അവജ്ഞ മൂടി പൊതിയുന്നു, പിന്നെ പോയി ഒളിച്ചിരിക്കാൻ നോക്കുന്നു, പരസ്പരമുള്ള കുറ്റപ്പെടുത്തലാണ് പറയാൻ നമ്മൾ കാണുന്നുണ്ട്. അതൊന്ന് ദൈവം ചോദിക്കും, നീ അരുതെന്ന് പറഞ്ഞ കാര്യം ചെയ്തോ, പഴം തിന്നോ? അപ്പം അതും സഭയെ കുറ്റപ്പെടുത്തുകയാണ്. നീ എനിക്ക് കൂടി തന്ന സ്ത്രീ എനിക്ക് തന്നു, ഞാനത് തിന്നു. ഹവ്വയോട് ചോദിക്കും, ഹവ്വ പറയും സർപ്പം എന്നെ വഞ്ചിച്ചു. കുറ്റപ്പെടുത്തലിന്റെ പരമ്പരയാണ്. അങ്ങനെ പരസ്പരം ബന്ധമില്ലാത്ത അവസ്ഥ, കുറ്റപ്പെടുത്തൽ, അകൽച്ച. പിന്നെ പ്രകൃതി തന്നെ എതിരായി ജീവജാലങ്ങൾ, പ്രകൃതി മുള്ളും പൊളിച്ചലും പുറപ്പെടുവിക്കുന്നു, നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് ഭക്ഷണം കഴിക്കേണ്ട അവസ്ഥ ഉണ്ടാകുന്നു. അങ്ങനത്തെ ആ അന്തരീക്ഷം എല്ലാം മാറുകയാണ്. പ്രകൃതിയുടെ അന്തരീക്ഷം മൊത്തത്തിൽ താളം തെറ്റിച്ചു സാത്താൻ. ആ താളം തെറ്റലിന്റെ ഒരു 1-ാമത്തെ മേഖലയാണ് ദൈവത്തെക്കുറിച്ചുള്ള വികലമായ ധാരണയും ദൈവത്തിന് ഓടി അകലാനുള്ള പ്രവണതയും. അതിന് കാരണം CCC കൃത്യമായിട്ട് അവതരിച്ചിട്ട് പറയുകയാണ്, നഗ്നതയല്ല വിഷയം. നഗ്നത അവർക്ക് നേരത്തെ ഉണ്ടായിരുന്നതാണ്. അതേപോലെ ചോദിക്കുന്നത്, നീ നഗ്നത ആര് പറഞ്ഞു? നിന്റെ നഗ്നത ഇതുവരെ നിനക്ക് പ്രശ്നമായിരുന്നില്ലല്ലോ. നിന്റെ നഗ്നത ഒരു വൃത്തികെട്ട കാര്യമാണെങ്കിൽ അത് ആദ്യം പറയേണ്ട ഞാനായിരുന്നില്ലേ? ഞാനാ നിന്നെ സൃഷ്ടിച്ചത്. പുരുഷനും സ്ത്രീയുമായിട്ട് നിന്നെ സംവിധാനം ചെയ്തത്, നിങ്ങൾ രണ്ടുപേരുടെ ശരീരങ്ങളെ കൈകൊണ്ട് മെനഞ്ഞെടുത്ത് ഞാനാണ്. അങ്ങനെയുള്ള നിങ്ങളുടെ ശരീരത്തെ നോക്കിയിട്ട് നഗ്നമായ ഒരു പുരുഷ ശരീരത്തെ, സ്ത്രീ ശരീരത്തെ ആദ്യമായിട്ട് കണ്ണു തുറന്ന് നോക്കിക്കണ്ട ദൈവമാണ്. ആ ദൈവം എന്നിട്ട് പറഞ്ഞത് നന്നായിരിക്കുന്നു എന്നാണ്. അങ്ങനെ ദൈവം നന്നായിരിക്കുന്നു പറഞ്ഞ മനുഷ്യ ശരീരത്തെ, പുരുഷ സ്ത്രീ ശരീരങ്ങളെ നോക്കിയിട്ട് അഴുക്കാണ്, ചീത്തയാണ് എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ ആദ്യം സാത്താനാണ്. ആദ്യത്തിന് അവിഞ്ഞു കൊടുത്തു, നമുക്ക് കിട്ടി. അപ്പോൾ സാത്താനം ഉണ്ടാക്കിയതാണ്. അപ്പൊ ആ നഗ്നതയുടെ അനുഭവമല്ല അതാണെന്നാണ് അവർ വിചാരിക്കുന്നത്. അതാണ് അവരെ ആദ്യമായിട്ട് അലട്ടുന്നത്. തങ്ങളെ തന്നെ നോക്കാൻ പറ്റുന്നില്ല, അങ്ങോട്ടും നോക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അവർ ഒളിച്ചിരിക്കുകയാണ്. ആ അസ്വസ്ഥതയിൽ അവർ തിരിച്ചറിയുന്നില്ല. ദൈവത്തിന്റെ കാലച്ച കേൾക്കുമ്പോൾ ഓടാൻ ഇടവന്നത് വേറെ കാരണം കൊണ്ടാന്നുള്ളത്. ആ വേറെ കാരണം എന്താണ്? ഭയപ്പെടുന്നു. അപ്പൊ തങ്ങളുടെ നഗ്നത
ദൈവത്തോട് ഭയമായിട്ട് മാറുന്ന കാര്യമില്ലല്ലോ. നഗ്നത വന്നാൽ അവർ ഓടിച്ചു, ഓക്കെ, അത് മനസ്സിലാക്കി. പക്ഷെ എന്തിനാ ഭയപ്പെടുന്ന ദൈവത്തെ? അതിന്റെ കാരണം CCC 190 കൃത്യം പറയുന്നത് ദൈവത്തെ കുറിച്ച് വികലമായ ധാരണയുണ്ട്. എന്താണ്? തന്റെ പ്രത്യേക അവകാശ അധികാരങ്ങളിൽ അസൂയാലുമാണ്, കണക്ക് ചോദിക്കുന്നവനാണ് ദൈവം. ഈ ഒരു ചിന്ത അവർക്ക് കിട്ടി. ദൈവത്തിന്റെ വാക്ക്, കൽപ്പന അവർ ലംഘിച്ചു. അരുതെന്ന് പറഞ്ഞ കാര്യം ചെയ്തു, പഴം പറിച്ചു തിന്നു എന്ന് പറഞ്ഞ സംഭവം. അപ്പൊ ആ ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചത് കൊണ്ട് ദൈവത്തിന് ഞങ്ങളെ സ്നേഹിക്കാൻ പറ്റുകയില്ല. പക്ഷെ യഥാർത്ഥത്തിൽ ഇത് വലിയൊരു തെറ്റായ ധാരണയാണ്. അപ്പൊ മനുഷ്യനെ കുറിച്ച് നമുക്കുണ്ടായ തെറ്റായ ധാരണ, വികലമായ ധാരണ, അതിന്റെ പരമായിട്ട് ഓടി ഒളിക്കുന്ന അവസ്ഥ. ദൈവം വരുന്നു, വിളിക്കുന്നു, എന്നിട്ടും അത് ഇറങ്ങി വരുന്നില്ല. അങ്ങനെ ഓടി അകന്നു മാറിയ മനുഷ്യ മക്കള് അവരെ തന്റെ പക്കലേക്ക് താൻ ആരാണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചുകൊണ്ട് വീണ്ടും കൊണ്ടുവരാൻ വേണ്ടി ദൈവം കണ്ടുപിടിച്ച മാർഗമാണ് ഒരു മനുഷ്യനായിട്ട് തന്നെ ഭൂമിയിലേക്ക് വന്ന് മനുഷ്യ മക്കളുടെ കൂടെ ജീവിച്ച് അവരുടെ ഒപ്പം ഇടപെട്ട് അവർക്ക് ദൈവം ആരാണെന്ന് വെളിപ്പെടുത്തി കൊടുക്കുക. അതാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തില് 18-ാം വാക്യം. ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല, ദൈവത്തോട് ഗാഢബന്ധം പുലർത്തുന്ന, അല്ലെങ്കിൽ ദൈവത്തിന്റെ മടിയിലിരിക്കുന്ന ദൈവം തന്നെയായ ഏകജാതൻ, ദൈവത്തെ നേരിട്ട് നിരന്തരം അനുഭവിച്ചറിയുന്ന ഏകജാതന രണ്ടാമത്തെ ആള്, അവിടുന്ന് വചനം മാംസമായി നമ്മുടെ മധ്യ വസിച്ചുകൊണ്ട് ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തി. ദൈവത്തെ നിങ്ങൾ പേടിക്കേണ്ട, ഓടി അകലേണ്ട. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ 47-ാം വാക്യം ഈശോ പറയുന്നുണ്ട്, എൻ്റെ വാക്ക് കേൾക്കുന്നത് പാലിക്കുന്നില്ലെങ്കിൽ ഞാൻ അവരെ വിധിക്കുന്നില്ല, കുറ്റം വിധിക്കുന്നില്ല, ഞാൻ വിധിക്കാനല്ല വരുന്നത് എന്ന് ഈശോ പറയുമ്പോൾ സ്വർഗ്ഗത്തിൽ ദൈവമായി പറയുന്നത്. ഈശോ പറയുന്നുണ്ടല്ലോ, എനിക്ക് സ്വമേധ ഒന്നും പറയാൻ പഠിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഈശോയുടെ പിതാവായി പറയുന്നത്, എന്റെ വാക്ക് കേൾക്കുന്നതിന് പാലിക്കുന്നില്ലെങ്കിൽ ഞാൻ വിധിക്കുന്നില്ല, വെറുക്കുന്നില്ല, മാറ്റി വെക്കുന്നില്ല. പർദീസ ദൈവത്തിന്റെ വാക്ക്, ആ മരത്തിന്റെ പഴം തിന്നരുന്നുള്ള വാക്ക് കൽപ്പന ലംഘിച്ചു ആദോവയും അതിന്റെ പേരിൽ അവരെ ദൈവം വിധിക്കുന്നു, വെറുക്കുന്നുവെന്ന് തെറ്റായ ധാരണ അവർക്ക് സാധാ കൊടുത്തു. തമ്പുരാൻ അവരെ വിധിച്ചിട്ടില്ല, വെറുത്തിട്ടില്ല. വെറുത്തായിരുന്നെങ്കിൽ അന്ന് വൈകുന്നേരം ദൈവമായ കർത്താവ് വരുമായിരുന്നില്ല. ഒരു മാലാഖ വിട്ടിട്ട് പറഞ്ഞാൽ ഇറങ്ങി പോടാ, എനിക്ക് നിങ്ങളെ കാണണ്ട. അങ്ങനെയല്ല, അന്ന് വൈകുന്നേരം ദൈവമായ കർത്താവ് മക്കളെ വിളിച്ച് തേടി വരികയാണ്. ദൈവത്തിന്റെ സ്നേഹത്തിന് ഒരു കുറവില്ല. നമ്മൾ ദൈവത്തെ ഒന്ന് അറിയണം. നമുക്ക് അവിടുത്തെ നാമം പൂജിതമാകുന്ന അവസ്ഥ സ്വന്തമാക്കാൻ പറ്റുകയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ യേശുമിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവനനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സഹവാസവും എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.